കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്ത് അപ്രതീക്ഷിതമായൊരു വാർത്ത നിറഞ്ഞു. ഒരു വർഷത്തിലധികമായി, കൃത്യമായി പറഞ്ഞാൽ 460 ദിവസത്തിലധികമായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് ഇരുകൂട്ടരും സമാധാന ശ്രമങ്ങൾ അംഗീകരിച്ചു, വെടിനിർത്തൽ ഉണ്ടാവുന്നു എന്ന തരത്തിലാണ് ആ വാർത്തകളൊക്കെ വന്നത്. അമേരിക്കയും ഈജിപ്തും ഖത്തറും സമാധാന ശ്രമങ്ങൾക്കായി നിർണായക ഇടപെടലുകൾ നടത്തി എന്നും പറയാം. ജോ ബൈഡൻ്റെ വിടവാങ്ങലിന് മുന്നേ ഈ നീക്കം ശക്തിപ്പെടുത്തിയതുമാകാം. ഏതായാലും ഖത്തർ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജസീം അൽ താനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെടിനിർത്തൽ ധാരണ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഞായറാഴ്ചയോടെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്നുമാണ്. സത്യത്തിൽ ഇരുകൂട്ടരും വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ അന്തിമ തീരുമാനമൊന്നും വന്നിട്ടില്ല. അതാത് മേഖലകളിലെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ചർച്ചകൾ പല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രം. വെടിനിർത്തൽ സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞ ഗാസയിലെ ജനതയൊക്കെ സന്തോഷത്തോടെ തെരുവുകളിൽ നിൽക്കുന്ന ചിത്രങ്ങൾ നാം നിലവിൽ തന്നെ കണ്ടു കാണും. അതുപോലെ തന്നെ അടുത്ത 3 ദിവസം ഏതൊക്കെ തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ ഉണ്ടാവാം എന്ന ഭയത്തിലുള്ളവരെയും നാം കണ്ടു കഴിഞ്ഞു. ഇനി ഇസ്രായേലിൽ വെടിനിർത്തലിന് അനുകൂലമായി നിലകൊള്ളുന്ന ഇസ്രായേലി ജനതയെയും അതിനെ എതിർക്കുന്ന ജനതയെയും നമുക്ക് കാണാം. 2023 ഒക്ടോബർ മുതലുണ്ടായിട്ടുള്ള ഈ ഒരു സംഘർഷത്തിൽ ഇസ്രായേലിൻ്റെ ഗാസ ആക്രമണത്തിൽ ഏതാണ്ട് 46,000-ലധികം വരുന്ന പലസ്തീനിയൻ ജനത കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. സത്യത്തിൽ വെടിനിർത്തൽ കരാറിലെ നിബന്ധനകളും ചട്ടങ്ങളുമൊക്കെ എന്തായിരിക്കും? ഈ വീഡിയോയിലൂടെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഏതാണ്ട് 15 മാസത്തോളമായി തുടരുന്ന യുദ്ധം ഗാസ മേഖലയെ തകർത്തെറിഞ്ഞിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതുതന്നെയായിരുന്നു ഇത്തരം ആക്രമണങ്ങളുടെ ലക്ഷ്യങ്ങളിലൊന്നും. 20 ലക്ഷത്തോളം വരുന്ന ജനത വീടോ ഭക്ഷണമോ ഇല്ലാതെ ദുരിതത്തിലാവുന്ന കാഴ്ചകളുമൊക്കെ നാം കാണുകയുണ്ടായി. മൊത്തത്തിൽ ജനങ്ങളൊക്കെയും ചിതറിത്തെറിച്ച അവസ്ഥയിലുമാണ്. നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വെടിനിർത്തൽ കരാറും തുടർന്നുള്ള സമാധാന ശ്രമങ്ങളുമൊക്കെ 3 ഘട്ടങ്ങളിലായി നടപ്പാക്കാനാണ് തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും 1ാം ഘട്ടം വിജയിച്ചില്ലെങ്കിൽ കലുഷിതമായ ആക്രമണങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെടുമോ എന്ന ഭയവും ഏവരിലുമുണ്ട്. ആദ്യമേ തന്നെ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് പറയാം. നിലവിൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും മറ്റുമൊക്കെ അവസാനിപ്പിക്കുകയും ഈ മേഖലകളിൽ സമാധാനം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ആദ്യത്തെ ഘട്ടം എന്നത് ഈ ഞായറാഴ്ച ആരംഭിക്കുകയാണ്. 6 ആഴ്ചയാണ് കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഘട്ടമായി കണക്കാക്കുന്നത്. 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണങ്ങളിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേരെ അവർ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോവുകയും ഉണ്ടായല്ലോ. അതിൽ ചിലരെയൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്, ചിലരൊക്കെ മരണപ്പെട്ടിട്ടുമുണ്ട്. ഏതായാലും വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടമായി 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. അതിനു പകരമായി ഇസ്രയേൽ പിടിച്ചിട്ടുള്ള തടവിലുള്ള 100ഓളം വരുന്ന പലസ്തീനിയൻ ജനതയെയും വിട്ടയക്കും. ഈ വിട്ടയക്കൽ നടപടി ആദ്യഘട്ടത്തിൽ പൂർത്തിയാവണം എന്ന നിബന്ധന കൂടിയുണ്ട്. ബന്ദികളെ വിട്ടു നൽകുന്നതോടെ ഗാസയുടെ പ്രധാന മേഖലകളിൽ നിന്ന് പൂർണ്ണമല്ലെങ്കിൽ കൂടി ഭാഗികമായി ഇസ്രയേലിൻ്റെ സേനാ പിന്മാറ്റം നടക്കും. സൈനിക വ്യൂഹങ്ങൾ ഗാസയുടെ അതിർത്തി മേഖലകളിൽ കേന്ദ്രീകരിക്കും. എങ്കിലും നിർണായക മേഖലകളിൽ സേന തുടരും എന്നും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. ചെക്കിംഗ് ഇല്ലാത്ത സ്വാഭാവിക സഞ്ചാരം ഗാസയിൽ ഇതിലൂടെ സാധ്യമാവും. അതുപോലെ ഗാസയിലേക്ക് എത്തുന്ന സഹായങ്ങൾ ദിനംപ്രതി 600 ട്രക്കുകളാക്കി ഉയർത്തുകയും ചെയ്യും. രക്ഷയ്ക്കായി ചിതറിത്തെറിച്ചിട്ടുള്ള ഗാസയിലെ ജനതയ്ക്ക് അവരുടെ മേഖലകളിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരങ്ങളും ആദ്യഘട്ടത്തിൻ്റെ ഭാഗമായി തന്നെ തുറക്കപ്പെടും. യുദ്ധസമയങ്ങളിലെല്ലാം തന്നെ ഗാസയുടെ അതിർത്തികളെ ഇസ്രയേൽ വരിഞ്ഞു മുറുക്കിയിരുന്നു എന്നത് ഒരു വസ്തുതയാണല്ലോ. നിലവിൽ ഇവിടെ പരിക്കേറ്റ് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്ക് റാഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് പോകാനുള്ള അനുമതിയും ആദ്യഘട്ടത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈജിപ്ത് ഗാസ അതിർത്തി മേഖലകളിലെ സൈനികരുടെ പിന്മാറ്റവും ഭാഗികമായി നടപ്പാക്കാൻ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വരുന്നത്. ആദ്യഘട്ടം എന്നത് 6 ആഴ്ച ആയതുകൊണ്ട് തന്നെ മാർച്ച് 1 അത് അവസാനിക്കുകയും 2ാം ഘട്ടം ആരംഭിക്കുകയും ചെയ്യും. അതായത് ജനുവരി 19 കരാറിൻ്റെ 1ാം ദിവസമായിരിക്കും. അതുവരെയും ആക്രമണങ്ങൾ തുടരാൻ സാധ്യത ഏറെയാണ്. 19-നപ്പുറം ജാനുവരി 25 ബന്ദികളുടെ കൈമാറ്റവും സൃഷ്ടിക്കപ്പെടും. ചിതറിത്തെറിച്ചവർ അവരവരുടെ മേഖലകളിലേക്ക് തിരിച്ചു വരാനും ഇതോടെ അവസരമൊരുങ്ങും. നിലവിലെ തീരുമാനങ്ങൾ അനുസരിച്ച് ഫെബ്രുവരി 3 തന്നെ
വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങുകയും ചെയ്യും. ഇനി ആദ്യഘട്ടമായ 6 ആഴ്ചകളിൽ നടക്കുന്ന ചർച്ചകളിൽ, അതായത് രണ്ടാം ഘട്ടത്തിനായും മൂന്നാം ഘട്ടത്തിനുമായുള്ള നയങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ ഐക്യകണ്ഠേന തീരുമാനങ്ങളിലൊന്നും എത്തിയില്ലെങ്കിൽ പോലും വെടിനിർത്തൽ മുന്നോട്ടു പോകുമെന്നും നിബന്ധനയുണ്ട്. എങ്കിലും ഇതിനെ ഇസ്രയേൽ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നും കാണാവുന്നതാണ്. എങ്കിലും സമാധാന ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിട്ടുള്ള ഈജിപ്ത്, അമേരിക്ക, ഖത്തർ എന്നിവർ വെടിനിർത്തൽ തുടരുമെന്ന ഉറപ്പ് ഹമാസിന് നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതുപോലെ തന്നെ മാർച്ച് 1 മുന്നേ തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെ ചർച്ചകളും പൂർത്തീകരിക്കുമെന്നും ചട്ടങ്ങൾ സൃഷ്ടിക്കുമെന്നുമുള്ള ഉറപ്പും നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന ചർച്ചകളുമൊക്കെ വരുമല്ലോ. നിർദ്ദേശങ്ങളിൽ പ്രധാനമായും ഹമാസിൻ്റെ കയ്യിലുള്ള ബാക്കി വരുന്ന ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് പ്രധാന നിബന്ധന. അതിൽ ഇസ്രയേലി സൈനികരുമൊക്കെ ഉൾപ്പെടും. അതിനു പകരമായി ഇസ്രയേലിൻ്റെ തടവിൽ കഴിയുന്ന 1000ഓളം പലസ്തീനിയൻ ജനതയെയും വിട്ടയക്കണം എന്നൊരു നിബന്ധന കൂടി അവിടെയുണ്ട്. ഇത്തരത്തിൽ കൈമാറ്റം സാധ്യമായാൽ ഗാസയിൽ നിന്നുള്ള ഇസ്രയേൽ സൈനിക പിന്മാറ്റം പൂർണ്ണമായി നടത്താനുള്ള നടപടികൾ ആരംഭിക്കും. എങ്കിലും ഇവയൊക്കെ ഇസ്രയേൽ ഗവൺമെൻറ് കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റിലെ ചിലർ ഇതിനെ നിലവിൽ തന്നെ എതിർക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിന് അവിടെ ഒരു പ്രതിസന്ധി മുന്നിൽ കാണുന്നുണ്ട്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് രണ്ടാം ഘട്ടത്തിൽ ബാക്കിയാവുന്ന ബന്ദികളുടെ എണ്ണം 65 ആണെന്നാണ് റിപ്പോർട്ടുകൾ. 30ഓളം പേർ നിലവിൽ മരണപ്പെട്ടിട്ടുണ്ട്. 1000ഓളം പേരെ ഗാസയ്ക്ക് നൽകി ഈ 65 പേരെയും ഇസ്രയേലിലേക്ക് തിരിച്ചെത്തിച്ചാൽ സ്ഥിരമായ വെടിനിർത്തൽ കരാറിൻ്റെ തുടക്കമാവുമെന്നും പറയുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഉറപ്പുകളൊന്നും തന്നെ ഇസ്രയേൽ എഴുതി നൽകിയിട്ടില്ല എന്നതും ഓർക്കേണ്ട കാര്യമാണ്. ഏതായാലും രണ്ടാം ഘട്ടം അവസാനിക്കുന്നത് ഏപ്രിൽ 12ഓടെയാണ്. അതായത് വെടിനിർത്തൽ കരാർ തുടങ്ങി 12 ആഴ്ചകൾ കഴിയുന്നതോടെ മൂന്നാം ഘട്ടം തുടങ്ങേണ്ടതുണ്ട്. മൂന്നാം ഘട്ടത്തിലെ നിബന്ധനകളും ചട്ടങ്ങളുമൊക്കെ ഏതൊക്കെയാണെന്ന് കൃത്യമായി ഇപ്പോഴും വ്യക്തമല്ല. എന്താണേലും 1ഉം 2ഉം ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയായാൽ മൂന്നാം ഘട്ടവും ഈ ലോകത്തുണ്ടാവും എന്ന് പറയാം. ബന്ദികളായി മരണപ്പെട്ടവരുടെ ഭൗതിക ശരീര അവശിഷ്ടങ്ങളൊക്കെ തിരികെ നൽകുന്ന നടപടി ഈ ഘട്ടത്തിലാവും നടക്കുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗാസ പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട ചർച്ചകളും 5 വർഷം കൊണ്ട് അവ പൂർത്തീകരിക്കുന്നതുമായ പദ്ധതികളും തയ്യാറാക്കപ്പെടും. അതിനായി അന്താരാഷ്ട്ര മേഖലകളുടെ സഹായവും ഉറപ്പുവരുത്തും. അറബ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഇത്തരത്തിൽ പുനർനിർമ്മാണത്തിൽ നിർണായകമാവും എന്ന് പറയാം. അതുപോലെ തന്നെ വെടിനിർത്തലിന് ശേഷം ഗാസ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കരാർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നതും ഓർക്കേണ്ട കാര്യമാണ്. മികച്ച ഒരു ഭരണ നേതൃത്വവും സിസ്റ്റവും കൂടി സൃഷ്ടിച്ചാൽ മാത്രമാണല്ലോ ഇവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കാനും അവയൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനുമൊക്കെ ആവുകയുള്ളൂ. അതിലൂടെ അന്താരാഷ്ട്ര സഹായങ്ങളെ വേണ്ട വിധത്തിൽ നിർവചിച്ച് ആവശ്യമായ ഏവരിലേക്കും എത്തിക്കാനും വാസസ്ഥലങ്ങളും വീടുകളും മറ്റ് അത്യാവശ്യമുള്ള സൗകര്യങ്ങളുമൊക്കെ ഒരുക്കാനും സാധിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നതേയുള്ളൂ. ഏതായാലും ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങൾക്ക് ഏതാണ്ട് 15 മാസങ്ങൾക്കിപ്പുറം അയവ് വരികയാണ്. ഇസ്രയേൽ കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയിട്ടുള്ള ഗാസ ഡിസ്ട്രക്ഷനൊക്കെ ആ മേഖലകളെയും ജനതയെയും തകർത്ത് കളഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഇനി അവയൊക്കെ പുനർനിർമ്മിക്കാനും ഏവർക്കും സമാധാനത്തോടെ ജീവിക്കാനുമുള്ള ഒരു അവസരവും ഉണ്ടാവട്ടെ.